അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബാബുർ റജാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുക എന്ന റിയാദുസ് സ്വാലിഹീനിലെ 51ാമത്തെ ബാബ്. അള്ളാഹുടെ റഹ്മത്തിനെ ആഗ്രഹിക്കണം. അള്ളാഹുടെ റഹ്മത്ത് അവന്റെ അടിമകളിട്ട് അവൻ വല്ലാത്ത കരുണ കാട്ടുന്നവനായിട്ടിക്കട, കൃപ ചെയ്തവനായിട്ടിക്കട. അതുമായി സംബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഞങ്ങൾ വിവരിച്ചു വന്നിട്ട് ഇതിന്റെ 429ാമത്തെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് പരിപാടി കൊടുക്കും. കൂടുതൽ ഉപമ രീതിയിലായിട്ടിക്കട നബി തങ്ങൾ പരിപാടി കൊടുത്തത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 5 വഖത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു അവന്റെ ദോഷങ്ങളെ പുറത്തു കൊടുക്കലേക്ക് ഒരു ഉപമ ചൊല്ല്. നിങ്ങളെ ഔത്തര ബയൽ കട നല്ല തണ്ണി ഒളുകൂടെ വലിയൊരു പല കൊണ്ടിട്ട് വെക്കാം. തണ്ണി ചുമണ്ട് അതിലൊരു മനുഷ്യൻ 5 വട്ടം കുളിച്ചെങ്കിൽ പിന്നെ വേർപ്പോ ചേറോ മണ്ണോ അവന്റെ മേലിക്കുക ഇക്കാൽ. അതുപോലെ ആയിട്ട് ഒരു മനുഷ്യ 5 വഖത്ത് നിസ്കരിക്കുമ്പോ അവന്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുക, അവന്റെ ദോഷങ്ങൾ അള്ളാഹു മാഫാക്കുക. ചില ഇബാദത്തുകളെ കൊണ്ട് ദോഷങ്ങൾ എന്താണ് മാഫാവും. പക്ഷെ വൻദോഷങ്ങൾ, വലിയ ദോഷങ്ങൾ മാഫ് ചെയ്യണമെങ്കിൽ തൗബ തന്നെ വേണം. അപ്പോൾ വലിയ ദോഷങ്ങൾ എന്താ തീര ചെയ്തേന്ന് കണ്ടെങ്കിൽ അത് ഈ ഇബാദത്തുകളെ കൊണ്ട് പൊറുക്കപ്പെടില്ല. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ അത് അള്ളാഹു തആല നിസ്കാര, ഉളു ഇതുപോലത്തെ ഇബാദത്തുകളെ കൊണ്ട് അള്ളാഹു മാഫാക്കണം. അപ്പൊ ഒരു മനുഷ്യൻ 5 വഖത്തും നിസ്കരിക്കുമ്പോൾ ഏതുപോലെ കേട്ടെങ്കിൽ 5 നേരം ഒരു മനുഷ്യൻ കുളിച്ചതുപോലെ എങ്ങനത്തെ നല്ല ഒലുകൂടെ തന്നി, നല്ല അതിൽ ചൊമ്മ തന്നിയുള്ള നദി അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കുളിച്ചെങ്കിൽ എങ്ങനെ അത് ഒരിക്കല ഒരു 4-5 വട്ടം. അപ്പോ ഈ പടിപ്പാട്ടി കൊടുക്കുന്ന ഒരു രീതി സ്വഹാബാക്കൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിന് പിന്നെ അത് ഉൾക്കൊള്ളും, അതിൽ പ്രേരണ ഉണ്ടാവുകയൊക്കെ അവിടെ ഒരു രീതിയിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീച്ചിങ് അല്ല ആര് ട്രെയിനർ ഉള്ളത്, അതൊക്കെ അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ കഴിവായിട്ട് അമ്പിയാക്കന്മാർക്കുള്ളത്. അപ്പൊ അമ്പിയാക്കന്മാരുടെ പ്രവൃത്തിയും അങ്ങനെ സ്വറവും അങ്ങനെ ഫലക്കും ഒരു കാലത്തും ഒരാൾക്കും മറികടക്കുകയാവാത്തേക്കെത്തി. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. 429ാമത്തെ ഹദീസ്. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ല്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, മസലു സ്വലവാത്തിൽ 5 5 നിസ്കാരത്തെ ഉദാഹരണ കമസലി നഹറിൻ ജാരിൻ. നഹർ പോലെ നദി, ജാരിൻ ഒലുകൂടെ, ഗംറിൻ ചൊമ്മ തന്നെയുള്ള ഒരു പൊല നിങ്ങളെ ബായിൽ കടന്താക്കിട് ഒലുകൊടും. അലാ ബാബി അഹദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഔത്തര ബായിൽ അരികിലോട് കൂടെ നല്ല തന്നെയുള്ള ഒരു പൊല ഇങ്ങനെ ഒലുകിവിട്ട്. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മറാത്ത്, 5 വട്ടം ഓരോ നാല് 5 വട്ടം ആ പൊലയിൽ അവന് കുളിക്കുക. അതുപോലെ ആയിട്ടിട്ട് 5 വഖത്ത് നിസ്കാരത്തെ ഉപമാൻ. അപ്പൊ അവന്റെ മേലെ മണ്ണും പിന്നെ വേർപ്പും നാത്തും ഇതൊന്നും ഇരിക്കില്ല. അപ്പൊ അതുപോലെ ആയിട്ടിട്ട് 5 വഖത്ത് നിസ്കരിക്കണം. നിസ്കാരം ചൊല്ലത് ദോഷങ്ങളെ മാഫാക്കി കളയിടുക, ദോഷങ്ങളെ പൊറുപ്പിക്കുക, അള്ളാഹുടെ കൊല്ല അടുപ്പിക്കുക. മാത്രല്ല ദോഷങ്ങളിൽ നിന്ന് അകറ്റും കൂടി നിൽക്കുന്നത്, അകറ്റി നിൽക്കുന്നത് ഓന്റെ ദൂരാക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ എന്ന് ഖുർആൻ ചൊല്ലാൻ. നിസ്കാരം ചൊല്ലത് ഒരു മനുഷ്യരെ തപ്പുകളിൽ നിന്നും അവന്റെ ദൂരത്താക്കുക എന്നുള്ളത്. അപ്പൊ നിസ്കരിച്ചവൻ ഒരിക്കലും അവൻ കപ്പ് സാധ്യതയില്ല. നിസ്കരിച്ചവൻ കളവ് ചൊല്ലല്ലേ, നിസ്കരിക്കവൻ വേണ്ടാത്തതൊക്കെ പോവല്ലേ, അവന്റെ നിസ്കാരം ശരിയാവണം. അപ്പൊ നിസ്കാരത്തെ എത്ര പിന്നെ ഇഖ്ലാസിക്കറോ അതനുസരിച്ച് അവന്റെ അത് തപ്പിൽ നിന്നും ദൂരത്താക്കുക എന്നുള്ളതാണ്. മാത്രമല്ല നിസ്കരിക്കലോട് കൂടെ ദോഷങ്ങളും അള്ളാഹു മാഫാക്കി കൊടുക്കുക. അപ്പൊ അവിടെ ആയിട്ടിക്കണം പഠിച്ചത് വലിയ ദോഷങ്ങളൊക്കെ പൊറുക്കണമെങ്കിൽ അത് അള്ളാഹുടെ തൗബ ചെയ്ത് തന്നെ മടങ്ങും. മനുഷ്യന്മാരുമായിട്ടുള്ള ഹക്കടപാടണമെങ്കിൽ അത് പൊറുത്തപ്പൊടിക്കണം. അതൊക്കെ അങ്ങനെ തന്നെ വേണം. ബാക്കിയുള്ള ദോഷങ്ങളൊക്കെ അള്ളാഹു ഇതുപോലത്തെ ഇബാദത്തുകളെ കൊണ്ട് ഒരു മനുഷ്യൻ ഉളു എടുക്കുമ്പോൾ
ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ. ഇനി അവന് ഉളു എടുത്തിട്ട് പള്ളിക്ക് പുറമ്പെത്തുകോ അള്ളാഹു താല പിന്നെയും എന്താക്കണ ഓരോ ഹജ്ജ വെക്കുമ്പോൾ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം. എന്നിട്ട് പള്ളിയിൽ സുന്നത്ത് നിസ്കരിച്ച് ഫർദ് നിസ്കാരത്തിലെ കാക്കുമ്പോൾ മലക്ക് അവനക്ക് വേണ്ടി ദ്വാരക്കിടത്. അപ്പോഴും അവനേതായിട്ടിക്കട് ദീനിൽ പൊരുതുകബേനായി റെഡിയായവനക്ക് നിൽക്കുന്ന പ്രതിഫലമായിട്ടിക്കട് അപ്പോഴും അവനക്ക് കിട്ടുക. എന്നിട്ട് നിസ്കരിക്കുമ്പോഴത്തോ ഒരുപാട് ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുക. തിരിച്ചു പോകുമ്പോഴത്തേക്കും അപ്പയും അവനക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ ഓരോ നാലുകും 5 വക്കത്ത് നിസ്കാരം ചൊല്ലുന്നു. പ്രത്യേകിച്ച് അത് ജമാഅത്തുക്ക് വന്ന് പള്ളിയിൽ വന്നൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ. ഏതുപോലെ ചെന്നെങ്കിൽ നല്ല ഓലുകൂടെ പല ബായിൽ കടയ്ക്കുമ്പോഴത്തേക്കും അതിൽ 5 നേരത്ത് കുളിച്ചെങ്കിൽ നല്ല ശുദ്ധ തണ്ണിയിൽ കുളിച്ചെങ്കിൽ എങ്ങനെയാണോ അതുപോലെ ആയിട്ടിട്ട് ചെന്നെങ്കിൽ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി ശുദ്ധിയുള്ളവനായിട്ട് അവൻ നിൽക്കലാണല്ലോ. അപ്പം അത് അള്ളാഹുടെ റഹ്മത്തായിരിക്കും. അപ്പം ഇതൊക്കെ ഞങ്ങൾ അള്ളാഹുടെ പ്രതിഫലങ്ങൾ ആഗ്രഹിക്കേണ്ട ഒന്നായിരിക്കും. അതാ റജാ. ഇൻഷാ അല്ലാഹ് കാതോടുത്ത് എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അടുത്ത ഹദീസ് ഇന്നത്തെ ക്ലാസ്സിൽ കാതോടുക്കാം. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.